ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട് ഓപ്പൺ കോഡ് കോളർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അതിനായിട്ട് ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ്. ഇനി ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഷോൾഡറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷെയ്പ്പിൻ്റെ നീളമാണ് 14 ഇഞ്ച്. അതിന് മുമ്പ് കൈക്കൂടീൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഷെയ്പ്പിൻ്റെ അവിടുത്തെ നീളം 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടുത്തെ വണ്ണം 8 ഇഞ്ചാണ്. 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 10 ഇഞ്ചിൽ ഷെയ്പ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പോർഷനാണ് കേട്ടോ. പിന്നെ നമുക്ക് താഴെ ഭാഗത്ത് സാധാരണ നമ്മൾ ലൈൻ ടോപ്പിനൊക്കെ വരച്ചു കൊടുക്കുന്നില്ലേ, ചെരിച്ചൊരു ലൈൻ താഴേക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. താഴെ ഭാഗത്തൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സൈഡ് വശം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാക്ക് പോർഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. താഴെ ഭാഗത്ത് നമ്മളൊരു 3 ഇഞ്ചിലോ അല്ലെങ്കിൽ ഒരു 2.5 ഇഞ്ചിലോ കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ബാക്ക് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുൻപേ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷനിൽ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ഇറക്കം വരുന്നത് 3/4 ഇഞ്ചോ 1 ഇഞ്ചിലോ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചിൽ കൂടാൻ പാടില്ല, അപ്പോൾ നമുക്ക് നമ്മുടെ കോളർ മലന്നു പോകും. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. 1 ഇഞ്ചിൽ അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പോർഷൻ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് നമ്മൾക്ക് ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാനുള്ളതാണ്. ഒരു 4 ഇഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ. പിൻ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ഇങ്ങനെ തുണി തെന്നിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള മാർക്കിങ് കൊടുക്കാം. നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈക്കുഴീൻ്റെ അവിടെ ഫ്രണ്ട് കൈക്കുഴീൻ്റെ അവിടെ ഒരു 4 ഇഞ്ചിൽ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും കട്ട് ചെയ്ത് കൊടുക്കാം. ഇതവിടെ പിൻ ചെയ്തത്രം വരെയാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പണിലേക്ക് പോകുന്നത്. ഇതിന് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇതാണ് കേട്ടോ മെയിൻ ക്ലോത്ത്. ഇതുപോലെ ഈ 4 മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് 4 മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ഫോൾഡ് വരുന്ന വശം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് മാറ്റി ഇപ്പോൾ 2 മടക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു പീസ് മാത്രം മതി. ഇപ്പം അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് മെയിൻ ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്യാം. സോറി, ബാക്ക് പോർഷൻ അല്ല, ഇത് ഫ്രണ്ട് പോർഷനാണ്. മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ
ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓപ്പണിംഗ് വരുന്നുണ്ടെന്ന്, അതും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുത്തി കൊടുക്കാം. ആ കുത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്താണ് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്ത് ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിൻ കുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെതും പിന്നൊക്കെ സെക്യൂർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഫ്രണ്ട് പോർഷൻ 2 പീസും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അത് 2 പീസ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനായിട്ടൊരു 3 ഇഞ്ച് വീതിയിലുള്ളൊരു 2 തുണി വേണം. അത് നമുക്ക് 3 ഇഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തില്ലേ, അതിൻ്റെതാ ഇതുപോലെ അറ്റത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് പീസിനും അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കറക്റ്റ് ഇതുപോലെ ആ പീസ് ഇങ്ങനെ വെച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം നീളം 2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് മുമ്പ് ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കോളർ നമ്മൾക്ക് അവിടം വരെ വേണ്ടു. ഒരു കട്ട് കൊടുക്കുന്നില്ലേ, അവിടം വരെ മാത്രമേ നമ്മൾക്ക് കോളറിൻ്റെ ആവശ്യമുള്ളൂ. കോഡ് കോളർ ആയതുകൊണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ കട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായി മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കട്ട് കൊടുത്തില്ല, അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. ആ കോർണറിൻ്റെ അവിടെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്, കോണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെൻസിലോ കുത്തിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കൊടുത്ത 2 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡും എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും വെച്ച് കുത്തി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യാം. പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുക താഴെ വരെ. ഇതുപോലെ 2 സൈഡും നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ ബട്ടൺസോ എന്തെങ്കിലും ഷോ ബട്ടൺസ് വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു കട്ട് കൊടുത്തില്ലേ, അവിടെ നിന്നാണ് നമ്മൾ കോളർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ കട്ട് കൊടുത്ത ആ ഭാഗത്തു നിന്ന്. ഇനി നമുക്ക് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ, കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബാക്ക് പോർഷൻ മാത്രമല്ല നേരത്തെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളറിനായിട്ടുള്ള ഇത് എങ്ങനെയാണ് അളന്നെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ക്ലോത്ത് മടക്കി കൊടുക്കാം. സെൻറ്റർ ഭാഗം അത് കറക്റ്റ് നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് നമുക്ക് കോളറിനായിട്ടുള്ള അളന്ന് നോക്കാം. എനിക്ക് കിട്ടുന്നത് 5.25 ഇഞ്ചാണ്. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അളന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ല, ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് വേണം നമ്മൾ അളന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ 5.25 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട നീളം എന്ന് പറയുന്നത് 5.25 ഇഞ്ചാണ്. അതിൻ്റെ വീതി 3 ഇഞ്ച്. അപ്പം നീളം കുറച്ച് അധികം കൂടി എടുത്തു കൊടുക്കാം. ബാക്കി വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് 8.5 ഇഞ്ചിൽ നീളത്തിലാണ് ഈ ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 8.5 ഇഞ്ചോ നീളത്തിൽ എടുത്തു കൊടുക്കാം. നമുക്ക് വേണ്ടത് 5.25 ഇഞ്ചാണ്. മനസ്സിലായല്ലോ? അതിൻ്റെ വീതി വേണ്ടത് 3 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ചിൽ നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നീളം 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തും മുകൾ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 8.5 ഇഞ്ച് നീളത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ക്യാൻവാസ്. ഇനി 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം സ്കെയിൽ കൊണ്ട്. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ നീളം വരുന്ന 5.25 ഇഞ്ചാണ്. ഇനി നമ്മൾക്ക് താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. അതേപോലെ മുകൾ വശത്തും കൊടുക്കാം. ഇതാ മാർക്കിംഗ് കാണുന്നുണ്ടല്ലോ, ആ മാർക്കിങ്ങിന് താഴെ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മുകൾ വശത്താണ്. അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കണം. ഇവിടെ നമ്മളൊരു 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോളർ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അളന്ന് നോക്കാം. നമ്മൾക്ക് 5.25 ഇഞ്ചല്ലേ വേണ്ടത്, അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. അത് കിട്ടുന്നില്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അളവ് എത്രയാണോ അത് കറക്റ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ വെച്ചിട്ട് നോക്കുമ്പോൾ 5.25 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കോളർ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അളന്ന് നോക്കുമ്പോൾ 5.25 ഇഞ്ച് കിട്ടുന്നുണ്ടല്ലോ, ആ ഭാഗമാണ് നമ്മൾ ബാക്ക് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം. ആ ഭാഗമാണ്. ഇനി നമുക്ക് ഈ കോളർ വേറൊരു ക്ലോത്തിൽ അയൺ ചെയ്ത് കൊടുക്കാം. 2 ക്ലോത്താണ് വേണ്ടത്. ഇതുപോലെ ഒരേ രീതിയിൽ നമുക്ക് 2 ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവാണ്. സ്ലീവിൽ ചെറിയ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. താഴെയും മുകളിലും പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്ലീറ്റിന് നമ്മൾ വിട്ടുകൊടുത്തിട്ട് വേണം ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ഫസ്റ്റ് തന്നെ ഒരു 3 ഇഞ്ചിൽ പ്ലീറ്റിനായിട്ട് മാർക്ക് ചെയ്ത് വിട്ടുകൊടുത്തിട്ട് വേണം സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് ചെറിയൊരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് മടക്കി തയ്ച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
കറക്റ്റ് നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ട ആ ഭാഗം ഒരു നോട്ട്സ് കൊടുക്കും താഴെ മുകളിലായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട് കൈക്കുഴീൻ്റെ അവിടെ സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. നമുക്ക് ആ ക്യാൻവാസ് തുണിയിൽ അയൺ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി 2 ക്ലോത്ത് ഇതുപോലെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ കോൺ പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 3 വശത്ത് ഇതുപോലെ 3 വശത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകളിലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. മുകളിലത്തെ ഭാഗം നമ്മൾ നേരത്തെ അളന്നെടുത്ത ആ ഭാഗമാണ്. അത് നമ്മൾ ബാക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ്. അങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോൺ പോലെ വരുന്ന ഭാഗം നമ്മൾ എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും കുത്തിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? മാറിപ്പോവാതെ നോക്കണം. ആ കോൺ പോലെ വരുന്ന ഭാഗമാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി വന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ കട്ടിങ് കൊടുക്കാം. ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. മറ്റേ സൈഡും അതുപോലെ തന്നെ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു പതിച്ചൊരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. കോളറിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ആ ക്യാൻവാസ് വെച്ച ആ ഭാഗമല്ല, മറ്റേ സൈഡാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്കിൽ. പിന്നെ അതിൻ്റെ അതിനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലും ബാക്ക് നെക്കിലും ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ചുറ്റിലും പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് മാത്രം, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഒരു 1/4 ഇഞ്ച് മാത്രമേ വിട്ടു കൊടുക്കാൻ പാടുള്ളൂ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കോളർ ശരിക്ക് കിട്ടില്ല. കറക്റ്റ് ഇതുപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും അതേപോലത്തെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഒരു 3 ഇഞ്ച് വീതിയിലാണ് താഴെ ഭാഗം വെക്കാനുള്ള ക്ലോത്ത് എടുത്തിട്ടുള്ളത് സ്ലീവിന്. ഇതുപോലെ വരും. എന്നിട്ട് അതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ലീവും റെഡി ആയിട്ടുണ്ട്, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ആകുമ്പോൾ നല്ല ലെങ്തായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ബിഗിനേഴ്സിനൊക്കെ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് അപ്പോൾ പ്ലീറ്റ്സൊക്കെ ഇതുപോലെയായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബട്ടൺസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ബട്ടൺസ് വേണമെങ്കിലും, വൈറ്റോ പിങ്കോ. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ പിൻ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഒരു നെക്കിൻ്റെ അവിടുന്ന് സ്റ്റിച്ച് കൊടുക്കുക താഴെ വരെ. ഇതുപോലെ കോഡ് കോളർ ആയതുകൊണ്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം താഴെ വരുന്നില്ല, അവിടെ ഒരു 10 ഇഞ്ച് മുകളിലായിട്ട് സ്റ്റിച്ചിങ് നിർത്തണം. അവിടെ താഴെ ഒരു കട്ട് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒരു 10 ഇഞ്ച് താഴെ നിന്ന് ഒരു 10 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരു ഞാനിത് മാർക്ക് ചെയ്യുന്നില്ല, ആ ഭാഗം തൊട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
താഴ്വശത്ത് അങ്ങനെ ഓപ്പണിങ് വരുന്നുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവ് എത്രയാണോ അത് അളന്നെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ്